നമസ്കാരം. പുരാണപ്രകാരം പ്രശസ്തരായ നാഗങ്ങൾ ഭരണം നടത്തി വന്ന തമിഴ്നാട്ടിലെ പല പ്രദേശങ്ങളിൽ ചിലതാണ് നാഗപട്ടണവും നാഗൂരും. മാംഗല്യദോഷം, പുത്രദോഷം, കാളസർപ്പദോഷം, രാഹുകേതു ദോഷം എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ മാറ്റുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും കാശിക്ക് തുല്യമായി പിതൃതർപ്പണത്തിന് പ്രശസ്തിയുള്ളതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു നാഗവല്ലി അമ്പാൾ സമേത നാഗനാഥസ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ കാരയ്ക്കൽ നാഗപട്ടണം പാതയിൽ നാഗൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ നാഗനാഥസ്വാമി എന്ന നാമത്തിലും ശ്രീപാർവതി നാഗവല്ലി അമ്പാൾ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി ചന്ദ്രശേഖരർ, കല്യാണസുന്ദരർ എന്നിവരാണ്. പ്രധാനമായും ഇതൊരു മുക്തി സ്ഥലവും സർവദോഷ നിവൃത്തി സ്ഥലവുമാണ്. കാശിക്ക് തുല്യമായ ഈ സ്ഥലം പിതൃദോഷ നിവൃത്തി സ്ഥലമായും അറിയപ്പെടുന്നു. നാഗങ്ങൾ ഭരിച്ച ഊർ എന്നർത്ഥത്തിൽ നാഗർ ഊർ എന്നായിരുന്നത് പിന്നീട് നാഗൂറായി മാറിയിരിക്കാമെന്നതാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. നാഗരാജാവ്, സമുദ്രദേവൻ, ചന്ദ്രൻ, ഇന്ദ്രൻ, ബ്രഹ്മാവ്, ദുർവാസാവ് മഹർഷി, സപ്തകന്യകകൾ എന്നിങ്ങനെ പല ദിവ്യരും ഇവിടത്തെ മൂലവരെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഭഗവാൻ ഇവിടെ എത്തി ചന്ദ്രതീർത്ഥം സൃഷ്ടിച്ച് അതിൽ നീരാടി ഇവിടത്തെ നാഗനാഥസ്വാമിയെ പൂജിച്ച് ശാപം മാറ്റി. ചന്ദ്രൻ ഇവിടെ തങ്ങി ആണിമാസത്തിലെ പൗർണമിയോടനുബന്ധിച്ച് 10 നാൾ ബ്രഹ്മോത്സവം നടത്തി. അതേപോലെ ഇന്ദ്രൻ മാസിമാസ പൗർണമിയോടനുബന്ധിച്ച് 10 നാൾ ബ്രഹ്മോത്സവം നടത്തി തനിക്ക് ബാധിച്ച ശാപം മാറ്റി എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് തപനിഷ്ഠയിൽ ഉന്നതനായ ശംഭുപത്തൻ എന്നയാളും അദ്ദേഹത്തിന്റെ ഭാര്യയും 5 വയസ്സ് പ്രായമുള്ള മകനും ഇവിടെയുള്ള പുന്നാഗവനത്തിൽ ജീവിച്ചു വന്നിരുന്നു. ഒരു നാൾ ആ ബാലൻ തന്റെ കൂട്ടുകാരോടൊപ്പം കാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ നാഗരാജാവ് തന്റെ ഭാര്യമാരോടൊപ്പം ഇണചേരുന്നത് കാണാനിടയായി. ബാലനെ കണ്ട നാഗരാജൻ തന്റെ കർമ്മവിനയാൽ കുട്ടിയെ ദംശിച്ചു. വിഷം തീണ്ടിയ ബാലൻ തൽക്ഷണം മരിച്ചു വീണു. കളിക്കാൻ പോയ മകൻ വളരെ നേരമായിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് ശംഭുപത്തൻ കാട്ടിൽ മകനെ തേടിയപ്പോൾ കുട്ടി വിഷം തീണ്ടി മരിച്ചു കിടക്കുന്നത് കണ്ടു. തന്റെ തപശക്തിയാൽ കാര്യം മനസ്സിലാക്കിയ ശംഭുപത്തൻ അതീവ ദുഃഖത്തോടെ നാഗരാജാവ് നാഗലോകത്ത് നിന്ന് വേർപെട്ട് ശക്തിയും ജ്ഞാനവും നഷ്ടപ്പെട്ട് ഭൂമിയിൽ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിയട്ടെ എന്ന് ശപിച്ചു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ നാഗരാജൻ ശംഭുപത്തന്റെ അടുത്തെത്തി അദ്ദേഹത്തെ വണങ്ങി ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു. 1000 വർഷങ്ങൾക്ക് ശേഷം നാഗരാജൻ അദ്ദേഹത്തിന്റെ പിതാവ് കശ്യപ മഹർഷിയെ കാണുമ്പോൾ ശാപമോക്ഷത്തിനുള്ള വഴി തെളിയും എന്ന് പറഞ്ഞ് ശംഭുപത്തൻ നടന്നുപോയി. അങ്ങനെ 1000 വർഷം കാട്ടിൽ ഏകനായി അലഞ്ഞുതിരിഞ്ഞ നാഗരാജൻ കശ്യപരെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ശാപമോചനത്തിനുള്ള വഴി അന്വേഷിച്ചു. അന്ന് ഒരു മാസിമാസ ശിവരാത്രി പകൽ. കശ്യപർ നാഗരാജനോട് ശിവരാത്രി 1-ാം കാലത്തിൽ കുംഭകോണം വില്ലുവനത്തിലുള്ള നാഗനാഥസ്വാമിയെയും 2-ാം കാലത്തിൽ തിരുനാഗേശ്വരം ചെമ്പകാരണ്യത്തിലുള്ള നാഗനാഥസ്വാമിയെയും 3-ാം കാലത്തിൽ തിരുപ്പാമ്പുരം വന്യവനത്തിലുള്ള നാഗനാഥരെയും 4-ാം കാലത്തിൽ നാഗൂർ പുന്നകവനത്തിലുള്ള നാഗനാഥസ്വാമിയെയും സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ശാപവിമോചനം ലഭിക്കും എന്നറിയിച്ചു. അപ്രകാരം ശിവരാത്രി ദിവസം ആദ്യ 3 കാലങ്ങളിൽ കുംഭകോണം, തിരുനാഗേശ്വരം, തിരുപ്പാമ്പുരം കോവിലുകളിൽ വഴിപാട് ചെയ്ത നാഗരാജൻ 4-ാം കാലത്തിൽ പുന്നകവനമായ നാഗൂരിലെത്തി ചന്ദ്രപുഷ്കരണിയിൽ നീരാടി നാഗവല്ലി അമ്പാൾ സമേത നാഗനാഥരെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ശിവഭഗവാൻ നാഗരാജാവിന് ദർശനം കൊടുത്ത് ശാപമോക്ഷമരുളി എന്നാണ് കഥ. ക്ഷേത്രത്തിൽ നാഗരാജൻ ശിവലിംഗത്തെ പൂജിക്കുന്ന ശില്പമുണ്ട്. ഈ ഐതിഹ്യപ്രകാരം ഇവിടെയുള്ള മൂലവർ നാഗരാജാവിനാൽ പൂജിക്കപ്പെട്ടതിനാൽ ഇവിടം രാഹുകേതു കാലസർപ്പദോഷ നിവൃത്തി സ്ഥലമായി അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ മൂലവർ വൈകാശി മാസം പൗർണമിക്ക് സ്വയംഭൂവായി ഉദ്ഭവിച്ച് മഹാവിഷ്ണുവിന് ദർശനം കൊടുത്തു എന്നൊരു ഐതിഹ്യവുമുണ്ട്. ഇവിടെയുള്ള പുന്നവനത്തിന് കീഴെ നാഗലോകം ഉണ്ടെന്നാണ് ഭക്തജന സംസാരം. ക്ഷേത്രത്തിലുള്ള നന്ദവനത്തിലെ നാഗപ്രതിഷ്ഠകൾക്ക് വെള്ളിയാഴ്ചകളിൽ മഞ്ഞൾ അഭിഷേകം ചെയ്താൽ മാംഗല്യദോഷവും നാഗദോഷവും നീങ്ങുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. മൂർത്തി, സ്ഥലം, തീർത്ഥം എന്നിങ്ങനെ പ്രസിദ്ധി ആർജിച്ചതാണ് ഈ ക്ഷേത്രം. പുന്നകവനം, ചന്ദ്രതീർത്ഥം, രുദ്രനദി, ശുഭപുണ്യമല, വിശ്വകന്യ വിമാനം എന്നിങ്ങനെ സർവമംഗളങ്ങളും ഒത്തുചേർന്ന മഹാസ്ഥലമാണ് നാഗൂർ. ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന നാഗപട്ടണം ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നാഗൂർ നാഗനാഥസ്വാമി തിരുക്കോവിൽ. 5 നില രാജഗോപുരത്തോടെയും 2 പ്രകാരങ്ങളോടെയും കിഴക്ക് ദർശനമായിട്ടാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ധ്വജസ്തംഭം, ബലിപീഠം, ഋഷഭവാഹനം, മൂലവർ സന്നിധി. പ്രധാന കരുവറയിൽ ശിവഭഗവാൻ നാഗനാഥസ്വാമി എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി അനുഗ്രഹം ചൊരിയുന്നു. പ്രത്യേകം സന്നിധിയിൽ ദേവി ശ്രീപാർവതി നാഗവല്ലി അമ്പാൾ എന്ന നാമത്തിൽ കുടികൊള്ളുന്നു. കാർത്തിക നക്ഷത്ര ദിനത്തിൽ ഭഗവാനും അമ്പാൾക്കും വഴിപാടുകൾ ചെയ്താൽ സർവദോഷ നിവൃത്തി. ഇവിടെയുള്ള പുഷ്കരണിയിൽ നീരാടി പിതൃതർപ്പണം ചെയ്ത് ദാനധർമ്മങ്ങൾ നടത്തിയാൽ ഗയയിൽ വഴിപാട് ചെയ്ത ഫലം. ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ രാഹു ഭഗവാൻ ഭാര്യമാരായ നാഗകന്നി നാഗവല്ലിയോടൊപ്പം ദർശനം തരുന്നു.
കന്നിരാശിയിൽ രാഹു വന്നാൽ രാജയോഗം എന്ന ജ്യോതിഷശാസ്ത്രപ്രകാരമാണ് രാഹു ഭഗവാനെ കന്നിമൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാഹുകാലത്തിൽ അമ്പാളെയും മൂലവരെയും വണങ്ങി രാഹു ഭഗവാനും ദേവിമാർക്കും നീലവസ്ത്രം ചാർത്തി അഭിഷേകം ചെയ്താൽ വിവാഹഭാഗ്യം വന്നുചേരും, സന്താന ഭാഗ്യം സിദ്ധിക്കും, കാലസർപ്പദോഷങ്ങളും രാഹുകേതു ദോഷങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ രാഹുകാലത്തിൽ ഞായറാഴ്ചകളിൽ 4:30 മണി മുതൽ 6 മണിക്കുള്ളിലും പ്രദോഷ നാളുകളിൽ 4:30 മണിക്കുള്ളിലും രാഹുദേവന്റെ സന്നിധിയിൽ പ്രത്യേകം പൂജ നടക്കുന്നുണ്ട്. നാഗനാഥ സന്നിധിക്ക് മുന്നിൽ വരയ്ക്കുന്ന കോലങ്ങളിൽ പാമ്പ് എഴിഞ്ഞതിന്റെ അടയാളങ്ങളും സന്നിധിക്കുള്ളിലും ക്ഷേത്രത്തിൽ പലയിടത്തും പാമ്പ് തോൽ പൊഴിച്ച അവശിഷ്ടങ്ങളും പല കാലങ്ങളിലായി കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും കോവിലിനുള്ളിൽ പാമ്പിനെ ആരും തന്നെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ഈ കാലം വരെ ആരെയും ഈ പ്രദേശത്ത് വിഷം തീണ്ടിയിട്ടില്ലെന്നുമാണ് പറയുന്നത്. പ്രധാന മൂർത്തികളെ കൂടാതെ നടരാജർ, ശിവകാമി അമ്മൻ, അയ്യപ്പൻ, ജ്വരദേവർ, കാഴ്ചകൊടുത്ത നായനാർ, ദക്ഷിണമൂർത്തി, നാഗർ, വലംപുരി വിനായകർ, ഭാര്യമാരോടൊപ്പം രാഹുദേവൻ, സുബ്രഹ്മണ്യർ, ഐവേലിനാഥർ, അണ്ണാമലയാർ, ചണ്ഡികേശ്വരർ, കാശി വിശ്വനാഥർ, പഞ്ചമുഖലിംഗങ്ങൾ, മഹാലക്ഷ്മി, നാൽവർ, ബ്രഹ്മാവ്, നർത്തന വിനായകർ, ശനീശ്വരർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം പുന്നമരം, ക്ഷേത്രതീർത്ഥം ചന്ദ്രതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, അമാവാസി, പൗർണമി, ശിവരാത്രി, തൃക്കാർത്തിക, രാഹുകേതു മാറ്റം എന്നിങ്ങനെയുള്ള പ്രധാന ദിവസങ്ങൾ കൂടാതെ എല്ലാ ദിവസവുമുള്ള അർദ്ധയാമ പൂജയും ക്ഷേത്രത്തിൽ വിശേഷം. പൂജാ സമയം രാവിലെ 6:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ നാഗപട്ടണത്ത് നിന്ന് 7 കിലോമീറ്റർ, കാരയ്ക്കാലിൽ നിന്നും 13 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നാഗൂർ, നാഗപട്ടണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.